ഹായ്. സിനിമാ കമ്പനിയിൽ നിന്ന് ആൻമരിയാണ് നമ്മളോട് കൂടെ ഉള്ളത്. ഹായ് ആൻമരിയ. ഹായ്, നമസ്കാരം. ചേച്ചീന്ന് വിളിക്കാലോ അല്ലേ? വിളിച്ചോ. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? അസുഖം. ഓക്കെ. പുതിയ വർക്കുകൾ എന്തൊക്കെയാണ്? പുതിയ വർക്ക് ഇപ്പം പുതിയതായിട്ടൊന്നും ജോയിൻ ചെയ്തിട്ടില്ല. ഉം. ചെയ്യുന്നത് ഇഷ്ടം മാത്രം ഏഷ്യാനെറ്റില്. അത് കഴിഞ്ഞിട്ട് ബാക്കി ജോയിൻ അത് ചെയ്യാൻ വേണ്ടി. കഴിഞ്ഞിട്ട് ഇനിയിപ്പം പതുക്കെ നോക്കണം. അപ്പൊ ആദ്യം തന്നെ ഒരു താങ്ക്സ് കേട്ടോ. നല്ല തിരക്കിനിടയിലാണ് നമുക്ക് സമയം മാറ്റി വെച്ചതെന്ന് മനസ്സിലായി. നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് പോവാം. ഓക്കെ. ആൻമരി എന്ന വ്യക്തിയെ ലൈഫിൽ ഷേപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. എന്നാലും ഒരു കോറായിട്ടൊരു 3 കാര്യം പറയാൻ പറഞ്ഞാൽ അതെന്തായിരിക്കും? എന്റെ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യുന്ന 3 കാര്യങ്ങൾ ഇതൊക്കെയാണ്. അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഓക്കെ. ഒന്ന്, പിന്നെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ വന്നെങ്കിൽ പോലും എനിക്കത് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അല്ല, അത് എന്തൊക്കെയാണെന്നാ ചോദിച്ചത്. എന്തൊക്കെ കാര്യങ്ങൾ ഈ പിടിച്ച് നിക്കണംന്നുണ്ടെങ്കിൽ അതിന് ഇത്തിരി പാടാണല്ലോ. അതാ ചോദിച്ചത്. ഇപ്പൊ എല്ലാരും പറയുന്നതല്ലേ, ആ. ഒരു കല്യാണം കഴിഞ്ഞു, 2 കല്യാണം കഴിഞ്ഞു. ഉം. ആ ഒരു അതിന്റെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്നൊക്കെ ഓവർകം ചെയ്ത് വരുന്നു. ഉം. പിന്നെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മളിപ്പം ഈ ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും അതെ. ആദ്യം നമ്മൾ കൊച്ചു കൊച്ചു ക്യാരക്ടറുകൾ ചെയ്തിട്ടൊക്കെയാണ് ഉം. വന്നേക്കുന്നത്. അപ്പൊ ഈ 10 വർഷത്തെ എന്റെ ഏറ്റവും വലിയ കാത്തിരിപ്പിന് ശേഷമാണ് ഏഷ്യാനെറ്റിൽ ഈ വലിയൊരു പ്രോജക്റ്റ് കിട്ടിയതും അതും നല്ലൊരു നെഗറ്റീവ് റോള് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നു. എൻ പിന്നെ ഫാമിലി അതോടൊപ്പം മുന്നോട്ട് പോകുന്നു, ഉം. മോള് പഠിക്കുന്നു. ഉം. അങ്ങനെ. ഈ നെഗറ്റീവ് റോളൊക്കെ ചോദിച്ച് മേടിക്കുന്നതാണോ? എനിക്കത് അല്ല വേണം അല്ല അല്ല, അല്ലല്ല എനിക്ക് വരുന്നതാണ്. എനിക്ക് ഇതുവരെ വന്നേക്കുന്ന ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 സീരിയലിലും ഭയങ്കര കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഉം. ക്യാരക്ടർ ആയിരുന്നു. അതിന് മുമ്പൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും അത് ഭയങ്കര പാവം ക്യാരക്ടർ. ഉം. ഇതാ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇത്രയും ഒരു നെഗറ്റീവ് റോൾ ക്യാരക്ടർ ചെയ്യുന്നത്. ക്യാരക്ടർ ചെയ്യുന്നത്. എൻജോയ് ചെയ്താണോ ചെയ്യുന്നതൊക്കെ? അതെ അതെ അതെ. ഓക്കെ. മൊത്തം എൻജോയ്മെന്റ് ആണ്. അവിടെ ഞങ്ങളുടെ ലൊക്കേഷനിലാണെങ്കിലും എൻജോയ്മെന്റ് ആണ്. അങ്ങനെ എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു. ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞല്ലോ. വേറൊരു പ്രൊഫഷനിൽ നിന്നല്ലേ ഇപ്പം സീരിയലിലേക്ക് വന്നത്? അതെ. സീരിയലുമായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ഒരു കണക്ഷൻസും ഇല്ല ഇല്ല, ഒരു ഇല്ലായിരുന്നല്ലേ? കണക്ഷനും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തില് നമ്മുടെ, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഉം. ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ നവീൻ അറക്കൽ എന്ന് ഉം. പറഞ്ഞിട്ട്, ഉം. പുള്ളിക്കാരൻ എന്റെ നെയ്ബർ ആയിരുന്നു. ഉം. പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം സീരിയലിൽ അഭിനയിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ ആ സമയത്ത് ബാബുച്ചേട്ടനെ അറിയായിരുന്നു, ഇടവേള ബാബുച്ചേട്ടൻ. അപ്പൊ ഓക്കെ. ബാബുച്ചേട്ടനും എല്ലാരും കൂടെ നസീർ സാറിന്റെ സീരിയലില് ഉം. ദത്തുപുത്രി, ആ. ആ സീരിയലിലാണ് ഞാൻ വരുന്നത്. അല്ല, അന്നേരം ഒരു സീരിയലിൽ അഭിനയിച്ച് നോക്കാം, എന്നിട്ടങ്ങ് പോവാന്നൊക്കെ ഒരു മൈൻഡ് സെറ്റിലാണോ വന്നേ? അങ്ങനെ തന്നെയായിരുന്നു. ആ. എന്നുവെച്ചാൽ എനിക്ക് അഭിനയം എന്തെന്ന് പോലും അറിയത്തില്ലല്ലോ. ആ. ഇപ്പൊ എവിടെ എങ്ങോട്ട് നോക്കണം, എന്ത് ചെയ്യണം ഒന്നും അറിയത്തില്ല. ഞാൻ അവിടെ ചെന്ന ഉടനെ തന്നെ സാറിന്റെ അടുത്ത് പറഞ്ഞത് എനിക്കൊന്നും അറിയത്തില്ല. ഉം. ഇതിനെക്കുറിച്ച്, ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലാതെയാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ സാറ് പറഞ്ഞു, ഒരു 1-2 ദിവസം ഒന്ന് ഒന്ന് വന്ന് കണ്ട് പഠിച്ച്. ലൊക്കേഷനിലൊക്കെ ആ. വന്ന് കണ്ടുപഠിച്ച്, പിന്നെ ആ സമയത്ത് സാർ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. സാറിന്റെയൊക്കെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഭിനയിച്ച് കാണിച്ചു തരും. അപ്പൊ നമ്മള് ആ. അതനുസരിച്ച് അങ്ങ് പോകുന്നു. ഇപ്പോഴും അഭിനയം പഠിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പഴും അഭിനയിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമൊക്കെ വരാറുണ്ടോ? ചിലതില് അത് ചില നല്ല ഇമോഷൻസ് ഒക്കെ ഒരുപാടുള്ള സീൻസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പം നമുക്ക് രതീഷ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ, പുള്ളിക്കാരൻ ഇങ്ങനെ കാണിച്ചു തരും. അവിടുന്ന് എങ്ങനെ ഇപ്പൊ ഒത്തിരി പേരൊക്കെ നിൽക്കുന്ന ഒരു സീനാണെങ്കിൽ നമുക്ക് അത് കാണിച്ചു തന്നിട്ട് തന്നെ അവർ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ ഇടയ്ക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ ആ ഉണ്ടായി, ആ ആ വയ്യാതായിരുന്നല്ലോ. അന്നേരം ആ സമയത്തൊക്കെ ഭയങ്കര നെഗറ്റീവ്, ഭയങ്കര കമന്റ്സും ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഒരു സമയത്തൊക്കെ മടുപ്പ് തോന്നി, ഇനി ഞാനിത് എന്താ ചെയ്യണ്ടെന്നുള്ളൊരു അവസ്ഥ എത്തിയിരുന്നോ? മടുപ്പ് തോന്നിയിട്ടുണ്ട്. മടുപ്പ്, ഇപ്പം മനുഷ്യനല്ലേ നമ്മള്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഒരു പോയിന്റിൽ പെട്ടെന്ന് നമ്മളിങ്ങനെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞു, അത് സെപ്പറേറ്റഡ് ആയി. അപ്പൊ നമുക്ക് ജീവിതത്തില് ഏഹ്, എന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര എല്ലാവരോടും ഭയങ്കര പെട്ടെന്ന് മിങ്കിളാവും, 100% കൊടുക്കും. അപ്പൊ എനിക്കത് എന്തുകൊണ്ടാണ്, എനിക്കിപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ പലപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂടുതൽ സിൻസിയർ ആയിട്ടാണോ, ഓവർ കമ്മിറ്റ്മെന്റ് കാണിക്കുന്നതാണോ പ്രശ്നം? അതുകൊണ്ടാണോ ഓക്കെ. എനിക്ക് ഈ പ്രശ്നം വരുന്നതെന്നൊക്കെ നമുക്ക് അങ്ങനെ പല തോട്ട്സ് ഉം. ഉം. വരുമല്ലോ. ഉം. അപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ്, ഞാൻ പറഞ്ഞില്ലേ, മെന്റലി നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്, പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട്, ലൊക്കേഷനിൽ തലകറങ്ങി ഉം. വീണിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് നാൾ വരെ എനിക്ക് ആ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തലകറങ്ങി വീഴുന്ന പോലെ. ഓക്കെ. വെച്ചാൽ അത് ഈ പാനിക് അറ്റാക്ക് ഉം. വരുമ്പോഴത്തേക്കും നമുക്ക് ബി പി മനസ്സിലായി. എല്ലാം കൂടെ ഉം. ഉം. കുറയുമ്പോഴത്തേക്കും അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം സീരിയലിലുള്ള നമ്മുടെ ഇപ്പൊ ചെയ്യുന്ന സീരിയലിലെ ഉം. ആർട്ടിസ്റ്റുകളെല്ലാം അത് മനസ്സിലാക്കുന്നുണ്ട്, ഡയറക്ടർ മനസ്സിലാക്കുന്നുണ്ട്, ഫാമിലി മനസ്സിലാക്കുന്നുണ്ട്, ഇവിടെയുള്ള എന്റെ ഫ്ലാറ്റിലുള്ള ഫ്രണ്ട്സ് മനസ്സിലാക്കുന്നുണ്ട്. അവരൊക്കെ ഒരു സപ്പോർട്ടിന് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചില പോയിന്റിൽ നമ്മൾ വിചാരിക്കും, എന്തിനാ ലൈഫ് എന്തിനാ ഇങ്ങനെ പോകുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്കാണ് ഹെൽത്ത് ഇഷ്യൂസ് വന്ന് ഉം. സർജറിയും കാര്യങ്ങളും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും
അങ്ങനെയും വരുമ്പോഴത്തേക്കും നമ്മൾ അറിയാലോ, ഫിസിക്കലി മെന്റലി നമ്മൾ ഓക്കെ അല്ലാണ്ടായി പോകുമ്പോൾ നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോകും. ചിലപ്പോൾ ഭയങ്കര സങ്കടം വരും. പിന്നെ എനിക്ക് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആദ്യമൊക്കെ എല്ലാവരോടും ഓപ്പൺ ആയിട്ട് പറയുമായിരുന്നു, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് എല്ലാ പറയുമായിരുന്നു. കാര്യങ്ങളും മീൻസ് പേഴ്സണൽ പേഴ്സണൽ കാര്യങ്ങളെല്ലാം. ഇപ്പം ചെറിയൊരു സങ്കടമാണെങ്കിലും ഇപ്പം നമ്മൾ ഒരാളോട് പെട്ടെന്ന് പരിചയപ്പെട്ടു, ഞാൻ അവരങ്ങ് വിശ്വസിക്കും. ഓക്കെ. ആ ഒരു ട്രസ്റ്റിൽ ഞാൻ പെട്ടെന്ന് പോയി അവരോട് ഭയങ്കരമായിട്ട് എല്ലാം ഷെയർ ചെയ്യും. പക്ഷെ ഞാൻ ഇപ്പം കുറേ കാര്യങ്ങൾ എനിക്കിങ്ങനെ ബാക്കിൽ നിന്ന് കുത്തുന്ന പരിപാടികൾ പലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് ഞാൻ അതൊക്കെ മാറ്റിവെച്ച് ഞാനിപ്പോ ആരുടെ അടുത്തും നമ്മളൊന്നും ഷെയർ ചെയ്യാണ്ടായി. വെച്ചാൽ നമുക്ക് തന്നെ അറിയാം നമ്മുടെ പുറകിൽ നിന്ന് പണി തന്നിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒരാളുടെ ഷോൾഡറിൽ പോയി നമ്മൾ തല ചായ്ക്കാൻ ശ്രമിക്കും. പക്ഷെ അവിടെ നിന്ന് തന്നെ നമ്മളെ നെഗറ്റീവ് ആക്കുന്നുണ്ട്, അവർ നെഗറ്റീവ് പറയുന്നുണ്ടെന്നുള്ളത് ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം ഇപ്പൊ ഞാൻ അതുകൊണ്ട് ആരോടും അങ്ങനെ പറയാറില്ല. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ തന്നെ. നമ്മൾ തന്നെ, ഞാൻ എന്റെ ബെഡ്റൂമിൽ പോകുന്നു, ഇരിക്കുന്നു, കരയുന്നു. ചിലപ്പോ കരയും, ചിലപ്പോ കുറേ നേരം ചുമ്മാ ആലോചിച്ചിരിക്കും. അതൊക്കെ തന്നെ. ഇപ്പൊ അങ്ങനെ ആരോടും ഞാൻ ഒന്നും ഷെയർ ചെയ്യാറില്ല. ഓക്കെ. ഈ ഡിപ്രഷനും അതിന്റെ കൂടി ഈ ഫിസിക്കലി വയ്യാതെ വരുന്നത് ഭയങ്കര മോശം അവസ്ഥയാണ്. അതെ. ഡിപ്രഷനൊക്കെ ഇപ്പം മാറിയെന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് മാറിയിട്ടുണ്ട്. മാറിയിട്ടുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഞാൻ തെറാപ്പി എടുക്കുന്നുണ്ട്, ഉണ്ട്. മെഡിസിൻ എടുക്കുന്നുണ്ട്. ഞാനിപ്പോ കൂടുതലും ഹോമിയോ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നു. ഈ ഡിപ്രഷനിൽ ഇരുന്ന ആളുകൾ അവർ പിന്നീട് ഡിപ്രഷൻ ഓവർകം ചെയ്തതിനു ശേഷം അവർ പറയുന്ന ഒരു സംഭവമുണ്ട്. ഡിപ്രഷന്റെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു തിരിച്ചറിവുണ്ടാവും. നമുക്ക് വേറെ കുറെ ആംഗിളിൽ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അത് അത് പറഞ്ഞത് കറക്റ്റ് ആണ്. എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നിത്യവും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പണി കിട്ടുന്നു, നമുക്ക് ഒരാളെ വിശ്വസിക്കുമ്പോൾ അവിടെ നിന്നും വിഷമങ്ങൾ വരുന്നു. എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ 100% ഞാൻ കൊടുക്കുന്ന മാത്രമല്ല, ഞാൻ ഭയങ്കര ഡൗൺ ടു എർത്ത്. മീൻസ് ഒരു റിലേഷൻഷിപ്പ്, അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും, ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും പോവാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. അത് വിട്ടുകളയാതിരിക്കാൻ ശ്രമിക്കും. വിട്ടുകളയാതിരിക്കാൻ ഞാൻ ഒത്തിരി അങ്ങോട്ട് അതിനുവേണ്ടി ഞാൻ എഫേർട്ട് എടുക്കും. പക്ഷെ അവിടെ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ഞാൻ എഫേർട്ട് എടുത്തിട്ടും എന്താണ് കാര്യം എന്ന് ചിന്തിച്ച് തോന്നുന്ന ഒരു പോയിന്റിൽ ഞാൻ പെട്ടെന്ന് ചേഞ്ച് ആവും. ബാക്ക് അടിക്കും മൊത്തത്തിൽ. പിന്നെ ഞാൻ അവരുമായിട്ട് ഒത്തുപോകാനോ അല്ലെങ്കിൽ അവരോട് എനിക്ക് അന്നും പറഞ്ഞുകൊണ്ട് പിണക്കോ ദേഷ്യമോ ഒന്നും അല്ല. പിന്നെ ഞാൻ അവരുമായിട്ട് അങ്ങനെ ഒരു ഇതിന് പോകത്തില്ല. അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറും കൂടെ ഉണ്ട്. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ അങ്ങേയറ്റം ക്ഷമിക്കുകയും സഹിക്കുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്യും. പക്ഷെ ആ വ്യക്തികളിൽ നിന്ന് എനിക്കൊരു പ്രശ്നം വന്നാൽ പിന്നെ ഭാഗത്തേക്ക് ഉണ്ടാവില്ല. ഇപ്പൊ 2 സെപ്പറേഷൻ കഴിഞ്ഞു. അത്ര നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു നാട്ടിലെ ഒരു നടപ്പ് വെച്ചിട്ട് കുറ്റം വരുന്നത് ആൾക്ക് തന്നെയായിരിക്കും, പെണ്ണിന് തന്നെയായിരിക്കും. അപ്പോൾ ശരിയുണ്ടെങ്കിൽ പോലും ഇപ്പം ഒരുപാട് പേര് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും നിന്ന് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ അറിയാത്തവരെല്ലാം ഇങ്ങനെ കുറ്റം പറഞ്ഞു വരുന്ന ഒരു പോയിന്റിൽ നമുക്ക് തോന്നത്തില്ലേ, ഞാൻ തന്നെയാണോ ശരിക്കും കുറ്റക്കാരി എന്ന്? നമ്മൾ പോലും ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് വരുമല്ലോ. എനിക്ക് ആദ്യമൊക്കെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താണ് ഇത്, എന്തുകൊണ്ടാണ്, ഇനിയിപ്പോ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ അതുമായിട്ടൊന്ന് ആലോചിച്ച് പിടിച്ച് വന്നു കഴിഞ്ഞ സമയത്ത് എനിക്ക് അങ്ങനെ ശരിയാണ്, നമുക്ക് ഉണ്ടാവും നമ്മുടെ പോരായ്മകൾ, എന്താണെങ്കിലും ഉണ്ട്, നമുക്ക് പോരായ്മകളുണ്ട്. പക്ഷെ ഞാനത് പറഞ്ഞേ, എനിക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ എന്നാണെങ്കിലും എന്നോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. അവർക്കറിയാം ഞാൻ എത്രത്തോളം എങ്ങനെയൊക്കെ. ഇപ്പൊ ഇവിടെ തന്നെയാണെങ്കിലും ഫ്ലാറ്റിലാണെങ്കിലും എല്ലാരും ഭയങ്കര സപ്പോർട്ടാ. നമുക്കൊരു വിഷമം വന്നാൽ അവർ ഓടി വരും. അല്ലെങ്കിൽ നമ്മളെ താഴെ ഒരു 2 ദിവസം കണ്ടില്ലെങ്കിൽ 3 ദിവസം കണ്ടില്ലെങ്കിൽ ഓടി വന്നിട്ട് ചോദിക്കും എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പൊ അവർക്ക് അത് അറിയാം. പക്ഷെ ഈ സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പലയിടത്തും പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പർപ്പസ്ഫുള്ളി കുറെ ഫേക്ക് ഐഡീസ് ഉണ്ടാക്കിയിട്ട് നമ്മളെ അങ്ങനെ, അതിപ്പോ എനിക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം എന്റെ പാർട്ട്നേഴ്സ് ആയിട്ടിരിക്കുന്നവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇനി ഇതിന്റെ ഇടയിൽ നമ്മുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് നമ്മുടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ കുറെ പേരുണ്ടായിരുന്നല്ലോ, അവരാണോ എന്താണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങള് ഇപ്പൊ എന്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ സമയത്താണെങ്കിലും ഞങ്ങളുടെ ഇടയിൽ കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇനി അവർക്ക് ശരിക്കും ഞങ്ങൾ നല്ല രീതിയിൽ പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോ ഇനി അവരാണോ ഇതൊക്കെ കമന്റ് ഇടുന്നത്, പിന്നെ 1-2 എണ്ണം ആരാന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അത് പൊക്കിയിട്ടുണ്ട്. അതിപ്പോ ഞാനിപ്പോ പറയുന്നില്ല. അതൊക്കെ എന്തിന് അവരങ്ങനെ പറഞ്ഞോണ്ടിരുന്നോട്ടെ, എനിക്കത് പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എല്ലാത്തിനും ഓവർകം. ആദ്യമൊക്കെ എനിക്കിങ്ങനെ
പറയുമ്പോ വിഷമം ഉണ്ടായിരുന്നു. എന്തിനാണ് ഇവരിങ്ങനെ പർപ്പസ്ഫുള്ളി ഇടുന്ന പോലെ നമുക്ക് തന്നെ ഓരോ കമന്റ്സ് വരുമ്പോ മനസ്സിലാവും. അറിയാലോ. എന്നെ മാത്രമല്ല എന്റെ വീട്ടിലിരിക്കുന്നവരൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ. ഉം. എന്റെ എന്താ പറയാ അമ്മനെ പിടിച്ചിടുന്നു, അപ്പനെ പിടിച്ചിടുന്നു, ആർക്കും ഒന്നും അറിയത്തില്ല. അപ്പം ഈ അറിയാവുന്ന ആൾക്കാരാണ് നമുക്ക് അങ്ങനെ ഇടുന്നതെന്നുള്ളത് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പൊ പിന്നെ എന്റെ കൂടെയുള്ള എന്റെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും പറയുന്നത് നിനക്കൊന്നും പറ്റുന്നില്ല, നിന്റെ ശരീരത്തിൽ ഏൽക്കുന്നുമില്ല, പിന്നെ നീ തളർന്നു പോയിട്ടില്ല എന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്, കേറി വരുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നിന്നെ തളർത്താനായിരിക്കും. ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കും. അങ്ങനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതിൽ തന്നെയാണ്. ഓക്കെ. ഒരു സൈലൻസ് ആണല്ലോ എല്ലാത്തിനും. അതെ. അതല്ല ഏറ്റവും നല്ലത് അത് തന്നെയാണ്. നമ്മളതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് എല്ലാം സമയം വേണ്ട. അറിയുന്നുണ്ട് പക്ഷെ ഞാൻ. എല്ലാം അറിയുന്നുണ്ട്. എല്ലാം അറിയുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കും. അതാ നല്ലത്. പിന്നെ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു. ഒരാളുണ്ട്. ഒരു പേഴ്സൺ ഉണ്ട്. ഞാൻ എല്ലാ അത് കാര്യങ്ങളും നിങ്ങളുടെ ചാനലിൽ തന്നെ ഞാൻ പറഞ്ഞേക്കുന്നത്. അതെ. അപ്പൊ അതാ പക്ഷെ അന്ന് പേര് പറഞ്ഞില്ലല്ലോ. അത് പറയത്തില്ല. അതെന്താ? ആളോ ഇപ്പൊ ഉണ്ടെന്നല്ല പറഞ്ഞേ. അന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ല. ഇപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പിൽ പോകുന്ന ആ. ഫ്രണ്ട്സ് ആണ്. ഓക്കെ. സുഖാണോന്ന് ചോദിക്കും. ആ. ഇതെല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉള്ളൂ. അതെന്ത് പറ്റി? അല്ല ഞാന് ഉം, ഞാൻ പറഞ്ഞില്ലേ ആ. എന്റെ മാരേജിന് മുമ്പ്, അതായത് സെക്കൻഡ് മാരേജിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഉം. പക്ഷെ അതാ ഞാൻ പറഞ്ഞ പുള്ളി എന്ന് പറയാ എന്റെ ഒരു എക്സ് ലവർ അങ്ങനെയൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ ആളെന്ന് പറഞ്ഞത് എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആണ്. ഒരു കണക്ഷൻ ഉണ്ട്. ഒരു കണക്ഷൻ ഉണ്ട്. ആളെനിക്ക് ഞാൻ ഇന്നിപ്പോ ഈ ഫ്ലാറ്റിൽ പോലും ഇപ്പൊ നമ്മള് ഫ്ലാറ്റിലാണല്ലോ ഉം. ഈ ഫ്ലാറ്റിൽ പോലും ഇരിക്കാൻ കാരണം പുള്ളിയാണ്. എനിക്ക് ദൈവത്തിന് തുല്യമായിട്ടുള്ള അതെ, ഒരാളാണ്. ഒരു ഓക്കെ. ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. ഉം. അപ്പം എനിക്ക് ആ ആള് ആൾക്കും ഇതുണ്ടല്ലോ. അപ്പൊ ഉം. നമുക്കത് റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതി. അല്ല അത് ഏ? വേണ്ട. എന്തിനാ? എനിക്കെപ്പോഴും എന്റെ പ്രൈവസി ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എനിക്ക് ഒരാളുണ്ടെങ്കിൽ പോലും ഞാൻ ഉണ്ടെന്ന് നിങ്ങളോട് പറയും. പക്ഷെ ആളെ വെളിപ്പെടുത്തത്തില്ല. അത് സസ്പെൻസ് ആക്കി വെക്കാനാണ് ഇഷ്ടം. ഓക്കെ. അല്ല ഇപ്പം ആ ഒരു എന്താ പറയാ ഒരു ഓഫ് സ്റ്റേജിലാണത്. ഇപ്പൊ വെറുതെ കേസൊക്കെ നടക്കുന്നതേ ഉള്ളൂ. വെറുതെ നിങ്ങൾ ചുമ്മാ ഇപ്പൊ ഉണ്ടെന്നൊന്നും പറയരുത്. ഇല്ല ഇല്ല. ലീഗിന് നടക്കുന്നതേ ഉള്ളൂ. ഇനി അതും പൊക്കി പിടിച്ചോട്ടെ. ഇല്ല ഞാൻ ചോദിച്ചതാ. അത് കേട്ടപ്പോ ഒരു ക്യൂരിയോസിറ്റി അന്നേരം അല്ല അതെന്താണെന്ന്. അത് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പുള്ളി എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ എന്താ പറയാ നമുക്ക് അതിനൊരു ഡെഫിനിഷൻ ഇല്ല എന്ന് പറയില്ലേ. ചില മനസ്സിലായി. വ്യക്തികൾ നമുക്ക് നമുക്ക് അയാൾ ഒരു ഒരു ആരാണെന്ന് ഒരു പറയാ. പോയിന്റിൽ വരുന്നതായിരിക്കും. ആ പോയിന്റിൽ വരുന്ന ആൾക്കാര് നമുക്ക് എന്താ പറയാ നമ്മളെ മനസ്സിലാക്കി നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതില് ദൈവമായിട്ട് നമുക്ക് അത് തരുന്ന ഒരു ഇതായിരിക്കും. അപ്പൊ അത് ഇപ്പം അങ്ങനെ ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഉം. സുഖാണോന്ന് ചോദിക്കും. അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളൂ. അതെന്ത് പറ്റി ആ ഒരു സ്റ്റേജിൽ നിന്ന് നേരെ ഇങ്ങ് വരാനായി? ഇല്ല അങ്ങനെയല്ല. അത് നമ്മളിപ്പോ മാരേജ് ലൈഫിന്റെ ഒക്കെ ഒരു കഴിഞ്ഞല്ലോ. ഓക്കെ. അവർക്കും ഫാമിലി ഉണ്ട്, നമുക്കും ഫാമിലി ഉണ്ട്. അതുകൊണ്ട് വന്നതാണ്. അപ്പൊ ഈ ആളുകളെ ജഡ്ജ് ചെയ്യുന്നതിലും വിലയിരുത്തുന്നതിലൊക്കെ ഫ്ലോപ്പ് ആണോ? ഞാൻ അല്ലാതെ ചോദിക്കും. ഇങ്ങനെ പണിക്ക് മേലെ പണി. സത്യം. എനിക്ക് എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആദ്യം തന്നെ എനിക്ക് ഇപ്പൊ തോന്നി തുടങ്ങി. ഞാൻ പണ്ട് എല്ലാവരുടെ അടുത്തും പറയും എനിക്കെല്ലാം മനസ്സിലാവും. എടി ഇത് അവിടെ പണി. പക്ഷെ ഞാൻ വേറൊരു കാര്യമുണ്ട്. എന്റെ ബാക്കിയുള്ള എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം. വേറെ എല്ലാവരുടെയും കാര്യം പറയുന്നത് കറക്റ്റ് ആയിരിക്കും. ജഡ്ജ്മെന്റ് ചെയ്തിട്ട് ഉം. എടി നിനക്ക് ഇന്ന പണി വരുന്നുണ്ട്, അല്ലെങ്കിൽ എടാ നിനക്ക് ഇന്ന പണി വരുന്നുണ്ട് എന്നൊക്കെ പറയും. ഒന്ന് സൂക്ഷിച്ചോളാൻ പറയാം. പക്ഷെ അതൊക്കെ അവർക്ക് ഓക്കെയാണ്. ഓക്കെ. പക്ഷെ എന്റെ ലൈഫ് വരുമ്പോ ഞാൻ ഭയങ്കര സീറോ ആണ് ആ കാര്യത്തില്. അല്ല ഇത്രയും പണി ചെയ്യാൻ. എനിക്ക് അറിയത്തില്ല. ആ. ഇനിയിപ്പോ നമുക്കറിയത്തില്ലല്ലോ. മനുഷ്യരല്ലേ. മനുഷ്യന്റെ മനസ്സ് എപ്പോഴാണ് എങ്ങനെയാണ് മാറാൻ പറ്റുന്നത്. നമ്മൾ ഒരാളെ ഫേക്ക് ആണോ എന്നൊന്നും നമുക്ക് പറയാം. ചക്കയോ മാങ്ങയൊക്കെ ആണോ ചൂട് നോക്കാൻ പറ്റും. ശരിയാണ്. ഇവരെന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളോട് സഹകരിക്കുന്നതെന്ന് അറിയില്ല. അതെ അതെ അതെ. ഓക്കെ. അപ്പോ ഇപ്പൊ രണ്ടാമത്തെ കല്യാണമാണല്ലോ. അതെങ്ങനെയാ? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? അത് അത് ഞങ്ങളിങ്ങനെ ഉം, കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഉം. പുള്ളി ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു. ഉം. പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ വന്ന് പറയാൻ പറഞ്ഞു. ഞാൻ സ്റ്റേഡിയത്തിൽ നടക്കാനൊക്കെ ഓക്കെ. പോവായിരുന്നു. അപ്പൊ ഉം. ഫ്രണ്ട്സ് വഴിയാണ് വീണ്ടും വന്നത്. ആ കണക്ഷൻ. പുള്ളി ഇങ്ങനെ വന്ന് അതിനു മുമ്പ് ഫേസ്ബുക്കിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ് ആ. വന്ന് ഫ്രണ്ട്സുമായിട്ട് വന്ന് സംസാരിച്ച സമയത്താണ്. നോക്കിയപ്പോ അപ്പൊ ഹായ്. നോക്കിയപ്പോഴത്തേക്കും പിന്നെ ഫാമിലി, പപ്പയുടെ ഫാമിലിയും പുള്ളിക്കാരന്റെ അമ്മയുടെ ഫാമിലിയും ഞങ്ങള് പാലക്കാരാണല്ലോ. അപ്പൊ ഓക്കെ. അങ്ങനെ അറിയാം. അങ്ങനെ പെട്ടെന്ന് മാരേജിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു കണക്ഷനാണ് മാരേജിലേക്ക് ഉം. വന്നത്. ചോദിക്കുന്നത് ഇപ്പം സ്വയം ഒരു പാർട്ട്ണറിനെ കണ്ടെത്തിയിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ലാസ്റ്റ് ചെയ്തേനെ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ? മീൻസ് ഇപ്പോ ഫസ്റ്റ് മാരേജ് അറേഞ്ച്ഡ് ആയിരുന്നു. ഇതുപോലെ ഒരു ഫസ്റ്റ് മാരേജ് അറേഞ്ച്ഡ് ആണെങ്കിലും പുള്ളി ഗൾഫ് അന്ന് നമുക്ക് ഉം. ഇത്രയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വിളിക്കും. പിന്നെ കല്യാണം ഉറപ്പിച്ചു വെച്ചതിന് ശേഷം പുള്ളിക്കാരന്റെ ഡാഡി മരിച്ചു. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു.
എന്നാലും നമ്മൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊരു വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ പ്രശ്നമായിരിക്കില്ല. മനസ്സിലാവും. ഇപ്പം അന്നെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്റെ ഫസ്റ്റ് മാരേജിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എന്റെ ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീട്ടിലുണ്ടായ കുറെ ഇഷ്യൂസും കൂടെ കൂടിയിട്ട്. നമ്മള് വീട്ടിലുണ്ടാവുന്ന കുറെ ഇഷ്യൂസ് ഉണ്ടല്ലോ. പുള്ളി ഒന്നാമതെ അബ്രോഡാണ്, ഞാൻ പുള്ളിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അകന്ന് നിൽക്കുന്നതിന്റെ ഒരു കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് വീട്ടിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലാതെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ സംഭവമായിട്ടോ അങ്ങനെയൊന്നും പിരിഞ്ഞതൊന്നുമല്ല. ഒരു പോയിന്റിൽ എനിക്ക് ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിരിഞ്ഞു. പ്രശ്നം അങ്ങനെ ഒന്നും അല്ല, ഉണ്ടായിട്ടില്ല. പുള്ളിന്റെ വീട്ടില് എനിക്ക് നിൽക്കാൻ പറ്റാത്ത മനസ്സിലായി. സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കുമാണ് ഞാനത് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് സെക്കൻഡ് മാരേജ് ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനൊരു ടൈം ഒക്കെ ഉണ്ടായി. ഒരു 4-5 മാസം എടുത്തിട്ടൊക്കെയാണ് നമ്മൾ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അതങ്ങനെ ആയിപ്പോയി. അല്ല, ഞാൻ ഇപ്പോ സ്വയം സെലക്ട് ചെയ്യാന്ന് ഉദ്ദേശിച്ചത്, ഇപ്പൊ ഒരാൾ പ്രേമിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാള് പ്രേമിക്കുമ്പോ നമുക്ക് പ്രേമിച്ചാലും പ്രേമിച്ചില്ലെങ്കിലും ആ, വരാനുള്ളത് വഴി തങ്ങില്ല. വരാനുള്ള വഴി തങ്ങില്ല, അത്രേ ഉള്ളൂ. ചിലപ്പോ ഞാൻ ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പം എനിക്ക് അങ്ങനെ ഒരു ലൈഫ് ദൈവം വിധിച്ചിട്ടുണ്ടാവത്തില്ല. ഈ അല്ല, ഞാനിപ്പോ വേറൊരു അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനക്ക് എനിക്ക് സംഭവിക്കുന്നതൊക്കെ എന്റെ വിധിയായിട്ട് കരുതി സമാധാനിക്കുക എന്നുള്ളത്. അപ്പൊ ഈ വിധി എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അതെ. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് വെച്ചാൽ ഒരുപാട് നമ്മളിങ്ങനെ എന്താ പറയാ, രണ്ടുപേരും, ഞാൻ ഒരാളെ മാത്രമല്ല പറയുന്നത്, രണ്ടുപേരും ഇങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മള് അതെ, 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 സെപ്പറേറ്റഡ് ശരിയാണ്. ആവുന്നതാണ്. അപ്പൊ പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ ഭാഗത്ത് ഉണ്ടാവും. എനിക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരാളെ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കൂട്ടത്തില്ല, അല്ലെങ്കിൽ ഡിപ്പെൻഡ് അവർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. അതിപ്പോ എന്റെ ഫാമിലിനെ ആണെങ്കിലും എന്റെ പാർട്ട്ണറെ ആണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഉം. 100% കൊടുക്കും. എനിക്കത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം കൂടെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓ, എനിക്ക് എന്റേതായ പ്രോബ്ലം അതാണ്. എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അപ്പൊ അത് ചിലപ്പോ അത് എന്റെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും. അത് റിലേഷൻസിൽ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടോ? ഒരു സിവിയർ ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ ഞാൻ അറിയില്ല. പറയട്ടെ, അതിപ്പോ എന്റെ ഒരു പാർട്ട്ണർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രല്ലേ ഉള്ളൂ. ഒരാളെ സ്നേഹിക്കുന്നോണ്ടായിരിക്കുമല്ലോ ആളോട് അത്രയും ഇതായിട്ട് നിൽക്കുന്നത്. അപ്പൊ ആള് മനസ്സിലാക്കുന്നില്ല, പിന്നെ അതാ ഞാൻ പറഞ്ഞേ, ഉം. എന്താ പറയാ, അഡ്ജസ്റ്റ്മെന്റ് അല്ലല്ലോ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് പോവാന്നുള്ളത് ഒരു ഇതാണല്ലോ. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോയിന്റിൽ നമ്മൾ പിരിഞ്ഞ് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ 2 സെപ്പറേഷൻസ് ലൈഫിനെ എങ്ങനെ അഫക്ട് ചെയ്തു? സ്വന്തം പേഴ്സണൽ വേറെ ബ്രാഞ്ചസ് അതാ ഞാൻ ഒന്നും. പറഞ്ഞ, എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ വിഷമം വന്നത് എന്നോട് തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മാരേജ് ലൈഫ് വിധിച്ചിട്ടില്ലേ. ഉം. അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ തന്നെ ഞാൻ പറഞ്ഞില്ല, എന്റെ ലൈഫിൽ ഞാൻ വിധി എന്ന് പറഞ്ഞൊരു സംഭവം ഉം. ഞാൻ അങ്ങനെ ഇത് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അത് ചിലപ്പോ നമുക്ക് എന്താ പറയാ, അതെ, അതിലേക്ക് പോവണ്ട. ഞാൻ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. സോറി. പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആ ടോപ്പിക് അങ്ങ് വിടാം. ഓക്കെ, ഓക്കെ. പക്ഷെ എനിക്ക് കോർട്ടിൽ ഇതുള്ളതുകൊണ്ട് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത കുറെ ഇല്ല, കാര്യങ്ങളുണ്ട്. കുഴപ്പമില്ല. ഇപ്പൊ ഇവിടെ നീ ഒറ്റയ്ക്കേ ഉള്ളൂ, ചേച്ചി ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ഒരു മ്യൂസിക് കിട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഉം. 10 വയസ്സുള്ള ആൻമരിയ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. 10 വയസ്സുള്ള 10 വയസ്സുള്ള എന്തായിരിക്കും ആൻമരിയോട് പറയുന്നത്? നിങ്ങൾ തമ്മിൽ എന്തായിരിക്കും സംസാരിക്കാൻ ചാൻസ് ഉള്ളത്? നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, നല്ലൊരു മെലഡി മ്യൂസിക് ഇങ്ങനെ പോകുന്നുണ്ട്, ഒരു സൺസെറ്റ് ആണ്, എന്തായിരിക്കും? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതെന്താ? ആ ഒരു സംഭവം ആലോചിച്ച് നോക്കേ. 10 വയസ്സുള്ള എന്നോട് തന്നെ ഞാൻ എന്ത് പറയാനാ? പോയി ചോറിട്ട് പറയാം. അതെ. അത് നമുക്ക് എന്താ പറയാ, നമ്മള് ഈ ഇമാജിനേഷൻ ഒക്കെ സീരിയലില് പറ്റുള്ളൂ. അല്ലാതെ നമ്മള് 10 വയസ്സുള്ള ആളിങ്ങനെ വന്നിരുന്നിട്ട് ഞാൻ എന്നോട് തന്നെ എന്താ പറയാനാ? ഞാൻ ഇങ്ങനെ ആലോചിച്ചു പറയാ, അത്ര ഫ്ലോപ്പ് ആയി പോയി, അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാം, അത് പറയുള്ളൂ. അങ്ങനെ പറയൂ. അടുത്ത ജന്മത്തിൽ നമുക്ക് നോക്കാം, ഇതിപ്പം ഇങ്ങനെ ആയിപ്പോയി. ഞാനിപ്പം മാരേജ് സംഭവം ഒക്കെ അതങ്ങനെ പോയെങ്കിലും അത് ഒരു മോശം കാര്യമായിട്ടൊന്നും അല്ല, ഒരിക്കലും ഇല്ല. വേറൊരു കാര്യമുണ്ട്. ഇത് മാരേജ് എന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ലൈഫില് ഞാൻ ആഗ്രഹിക്കാത്ത ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരിതാ. എന്ന് വെച്ചാൽ ഞാൻ ഡിഫാം കഴിഞ്ഞ ഒരാളാണ്. അപ്പോ ആ രീതിയിൽ അങ്ങോട്ട് പോകേണ്ട വേറെ വല്ല ജോലിയൊക്കെ എടുത്ത് പോകേണ്ട ആളായിരുന്നു. പക്ഷെ കരിയർ കംപ്ലീറ്റ് മാറി ഇങ്ങനെ ഒരു ഇത് വന്നു. ഇപ്പം എന്നാ പറയാ, എനിക്ക് ഇത്രയും കുറച്ച് നമ്മളെ ആൾക്കാരൊക്കെ മനസ്സിലാക്കുന്നതും അവര് വന്ന് സന്തോഷത്തോട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് വലിയൊരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, മറ്റുള്ളവരുടെ ഒരു സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ.
പബ്ലിക്കിന്റെ ഒരു സ്നേഹം ഇതൊന്നും നമുക്ക്. പ്രതീക്ഷിക്കാതെ നടന്നത്. അതെ അതെ, ഇതൊക്കെ ഇതൊക്കെ ആ കൊച്ചിനോട് പറഞ്ഞൂടെ? നമ്മൾ ഇവിടം വരെ എത്തി, നമ്മൾ എത്ര സീരിയൽ ചെയ്തു, നമുക്ക് ഇത്ര വലിയ വീടുണ്ട്, നമ്മൾ ഇന്ന അതാ പറഞ്ഞെ. പൊസിഷനിലാണെന്നൊക്കെ. അത് ഞാൻ പറഞ്ഞല്ലോ, ഏഹ് ദൈവത്തെ പോലെ കാണുന്ന ഒരുപാട് പേരുടെ ഇതുകൊണ്ടാണ് ഞാൻ ആ ഇവിടെ വരെ എത്തിയത്. അപ്പൊ എനിക്ക് അവരോട് പറഞ്ഞാൽ മതി, എന്റെ നിഴലിനോടോ അല്ലെങ്കിൽ എന്റെ 10 വയസ്സുള്ള ഇതിനോട് പറയേണ്ട ആവശ്യമില്ല. ചിലപ്പോ ആ കുഞ്ഞ് സ്വപ്നം ഒരു 10 വയസ്സുള്ള ഒരാൾ സ്വപ്നം പോലും കാണാത്തൊരു പൊസിഷനിലായിരിക്കുമല്ലോ അല്ല, വന്നിരിക്കുന്നത്. ഞാന് അന്ന് കുറെ നാൾ ഞാൻ പറഞ്ഞില്ലേ, മമ്മിയും ഞാനൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇവിടം വരെ എത്തിയത് നമ്മുടെ ആ ഒരു സ്ട്രഗിള്, ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടല്ലോ, ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. ദൈവം, കർമ്മ, ഇതിലൊക്കെ വിശ്വസിക്കുന്നത്. അപ്പം ആ ചിലപ്പം നമ്മളെ താഴ്ത്തിക്കെട്ടാനൊക്കെ ഒരുപാട് പേര് നമ്മുടെ പിന്നിൽ നിന്ന് കുത്താനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ ഇവിടം വരെ എത്തി. അത് അതെ. വലിയൊരു അനുഗ്രഹമാണ്. അതിൽ ഞാൻ എന്താ പറയാ, ഞാൻ എന്റെ സ്വന്തം 10 വയസ്സായ എന്റെ നിഴലിനോട് അല്ലെങ്കിൽ എന്റെ ആത്മാവിനോട് എന്റെ ഇതിനോടും അല്ല ഞാൻ പറയേണ്ടത്. ഞാൻ അതിന് ദൈവത്തിനോടാ നന്ദി പറയേണ്ടത്. അല്ലാതെ എനിക്ക് എന്നോട് തന്നെ ഇല്ല നന്ദി കടപ്പാടൊന്നും. ഇതിലും നീ നേരെ വെറുതെ ചുമ്മാ കുഴപ്പിക്കാതെ. എന്നെ അടിക്കുന്നതായിരുന്നു ഇതിലും നല്ലത് ആ ചോദ്യം ചോദിച്ചത്. അല്ല, അതൊക്കെ എന്നാന്നറിയോ, താൻ പാതി ദൈവം പാതി. ആ നമ്മൾ ചെയ്യാനുള്ള, അതെ. നമ്മള് നമ്മളുടെ പ്രവൃത്തി നല്ലതാണോ, അതാ ഞാൻ പറഞ്ഞേ, എന്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ട് തന്നെയാണ് എന്നെ ഇപ്പോഴും ഞാൻ അങ്ങനെയാ വിശ്വസിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇപ്പം നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ, നമ്മളുടെ ഭാഗത്ത് തെറ്റുണ്ടോ. ചിലപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ തന്നെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്, എന്റെ ഭാഗത്ത് തെറ്റുണ്ടോ. പക്ഷെ അപ്പോഴും ഞാൻ അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരുമ്പോൾ എനിക്കൊരു ആൻസർ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ എനിക്കൊരു ദൈവം തരുന്ന ഒരു ആൻസർ ഉണ്ടല്ലോ. അല്ലെങ്കിൽ എന്നെ അറിയുന്ന അച്ഛന്മാരാണെങ്കിലും കൗൺസിലിംഗ് ചെയ്യുന്നവരാണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്താലേ നമ്മൾ താഴത്തേക്ക് പോവുള്ളൂ. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടോ, നമ്മൾ അവിടെ നിന്ന് ലെവലിൽ നിന്ന് കയറി വരുവുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ എനിക്ക് ഈ ഫാമിലി ലൈഫ് എന്നുള്ള സംഭവം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ 2024 മുതൽ, ഞങ്ങൾ സെപ്പറേറ്റഡ് ആയ ആ നിമിഷം മുതൽ, എനിക്ക് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനും കിട്ടാത്തൊരു ഇതാണ്. നമ്മൾ 1.5 വർഷം ഗ്യാപ്പ് എടുത്തു. തിരിച്ച് കംബാക്ക് എന്ന് പറയുന്നത് ഭയങ്കര അതെ ബുദ്ധിമുട്ടുള്ള അതെ ഒരു അതെ. കാര്യമാണ്. എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റി. എനിക്ക് ഇത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, എന്റെ 10 വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഏഷ്യാനെറ്റിലെ ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതെനിക്ക് കിട്ടി. അപ്പൊ തിരിച്ച് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് 24 മുതൽ എനിക്ക് ലക്കാ. നല്ലത്. പേഴ്സണലി എനിക്ക് എന്റെ ലക്കായിട്ടുള്ള ഒരു ഇയർ ആണ് 2024, 25, ഇപ്പൊ 26. അത് ഇങ്ങനെ തന്നെ പോട്ടെ, ഇതിലും അടിപൊളിയായിട്ട് വരട്ടെ. ഈ ഇപ്പൊ വിഷമിച്ചൊക്കെ ഇരിക്കുമല്ലോ, ഞാൻ വേറെ കാര്യങ്ങളിലേക്കും പോകുന്നില്ല. വിഷമിച്ചൊക്കെ ഇല്ലില്ല. നമ്മള് ഹാപ്പി ആയിട്ടുള്ള അതെ. കാര്യങ്ങളോ. ഈ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ടൈമില് നമ്മൾ ഇനി ഒരു പരിപാടി നടക്കത്തില്ല എന്നുള്ളൊരു മൈൻഡിലായിരിക്കും. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവം എന്തായിരിക്കും? അതായത് ഒരു മന്ത്രം ഉണ്ടായിരിക്കുമല്ലോ, ഇല്ല എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ എന്തായിരിക്കും അപ്പോൾ ഒരു തോട്ട് അല്ല, എന്തായിരിക്കും? നമുക്ക് ജീവിച്ചു കാണിച്ചു കൊടുക്കണമല്ലോ. നമ്മള് കാണിച്ചു കൊടുക്കണം, പ്രൂവ് മറ്റൊരാളെ ചെയ്യണം. കാണിച്ചു കൊടുക്കണം. നമ്മൾ ജീവിക്കണം. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണ്ടേ. എനിക്കും തോന്നിയിട്ടുണ്ട് ചില പോയിന്റില്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ജീവിക്കണോ വേണ്ടയോ, ചിലപ്പോൾ നമ്മള് അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യരാണ്. സൂയിസൈഡ് അതെ അതെ ചെയ്യാനൊക്കെ അതെ. നമുക്ക് തോന്നാം ചിലപ്പോൾ. അല്ലെങ്കിൽ വേണ്ട, ആൾക്കാരിങ്ങനെ എന്താ നമുക്ക് ചില സമയത്ത്. ഇവിടെ തന്നെ ഞാൻ ഫസ്റ്റ് എന്റെ ഫ്രണ്ട്സിന് ഇവിടെ അറിയാം. ഞാനും ഷാനും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. അവരോട് ഞാൻ ഷെയർ ചെയ്തപ്പോഴും പറഞ്ഞ, പിന്നെ ഞാൻ ആദ്യം തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ സമൂഹത്തെ പേടിക്കുന്ന ഒരാളായിരുന്നു. മീൻസ് അവരെന്ത് വിചാരിക്കും? അവരെന്ത് വിചാരിക്കും, അയ്യോ സെക്കൻഡ് മാരേജ് എന്നാൽ ഞാൻ സ്ട്രഗിൾ വേണ്ട, എനിക്ക് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഫസ്റ്റ് മാരേജിലും എനിക്കൊരു കുഞ്ഞുണ്ട്. ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തന്നെ അവളും സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടി അവള് സ്ട്രഗിൾ ചെയ്യേണ്ട മനസ്സിലായി. ആവശ്യമില്ല. അപ്പൊ ഞാൻ അതൊക്കെ തിങ്ക് ചെയ്തൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തിനാ ഹാപ്പി ആയിട്ട് പോവാ. നമ്മള് എന്താ പറയാ, ആത്മഹത്യയെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമ്മള് അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ, എത്രയൊക്കെ അതാ പറഞ്ഞെ, എത്രയൊക്കെ ഡിപ്രഷൻ അടിച്ചാലും ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായാലും എനിക്ക് ഇപ്പോഴും എല്ലാ ഷെഡ്യൂളും എനിക്ക് വർക്ക് ചെയ്യാൻ പോണം എന്നുള്ളൊരു ഇത് വരുന്നത് കാണിച്ചു എനിക്ക് കൊടുക്കണം, അവരെ പ്രൂവ് ചെയ്യണം. കാണിച്ചു കൊടുക്കണം. ഞാൻ വീണിട്ടില്ല. വീണിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ വീണിട്ടൊന്നുമില്ല. അവരങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ, വീഴത്തില്ല. ചിലപ്പോ ഈ പറയുന്ന സങ്കടങ്ങളും അതിപ്പം മനസ്സിലാവും, മനുഷ്യനല്ലേ. ഇപ്പം അവർക്കും ഉണ്ടാവും. ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളെ ഞാൻ അങ്ങനെ കുറ്റം പറയുന്നില്ല. പുള്ളിക്കാരനും ഉണ്ടാവും. പുള്ളിക്കാരന് ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്താ ചിരിച്ചു കളിച്ചായിരിക്കും നിൽക്കുന്നത്. പക്ഷെ എന്നാലും അതാ ഞാൻ പറഞ്ഞത്, ഹാപ്പിയാണ്. അപ്പോ ഈ ഈ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി, അല്ലെങ്കിൽ ഡിവോഴ്സ് ഒരു പ്രശ്നം വന്നു. അതിനുശേഷം നമ്മൾ ഈ പ്രശ്നമൊക്കെ ഒതുങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് ആലോചിക്കുമല്ലോ. പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തല്ല, പ്രശ്നമെല്ലാം ഒതുങ്ങി തീർന്നതിന് ശേഷം നമ്മൾ ഇരുന്ന് ആലോചിക്കും. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുടെ ആംഗിളിൽ നിന്ന് കൂടി ആലോചിച്ച് നോക്കും കാര്യങ്ങൾ. അങ്ങനെ ചെയ്യാറുണ്ടോ? ഫസ്റ്റ് മാരേജിൽ ഞാൻ അയാളുടെ ആലോചിച്ചിട്ടുണ്ട്. സൈഡ്. എന്നുവെച്ചാ ഇനി ഒന്നും കൂടെ ഒന്ന് പോണോ വേണ്ടയോ, റീജോയിൻ ചെയ്യണോന്ന്. സെക്കൻഡ് മാരേജിൽ ഞാൻ റീജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചിന്തയില്ല. എന്തായിരിക്കും ഇത് സംഭവിക്കാനുള്ള ഇല്ല, കാര്യം? അതാണ് ഞാൻ പറഞ്ഞത്. തിരിച്ച് റീജോയിനിങ് എന്ന് പറഞ്ഞൊരു സംഭവമേ സെക്കൻഡ് മാരേജിൽ ഇല്ല. ഞാൻ അത്ര അനുഭവിച്ചത് കൊണ്ടാണ് പറയുന്നത്. കാരണം എന്റെ കൊച്ചിനെ പോലും എനിക്ക് അതിനകത്തോട്ട് വലിച്ചെടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക്
സെക്കൻഡ് മാരേജിൽ എനിക്ക് അതിൽ തെല്ലും ശരിയാണ്, നമ്മൾ സ്നേഹിച്ചു ഒരുമിച്ച് ജീവിച്ചു, ആ വിഷമമുണ്ട്. പക്ഷെ റീജോയിനിങ് എന്ന് പറഞ്ഞ സംഭവം എത്ര വിഷമിച്ചാലും ഇനി ആ ഒരാളെ വേണ്ട. വേണ്ട. ഈ ഓവറായിട്ട് കമ്മിറ്റഡ് ആയിരുന്നതാണോ ഇതിന്റെ ഒക്കെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇത് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ശരി. ഇപ്പോ സിംഗിൾ പേരന്റ് അല്ലേ? അതെ. അപ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് സിംഗിൾ പാരന്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു അതെ. ഏരിയയാണ് മാനേജ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും ഈ ചലഞ്ച് വരുന്നത് എപ്പോഴാണ് ഇതൊക്കെ? എനിക്ക് അങ്ങനെ ഒരു ചലഞ്ച് ഒന്നും വന്നിട്ടില്ല. കാരണം എന്നേക്കാൾ ബോൾഡാണ് എൻ്റെ മോള്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അവള് ഭയങ്കര ബോൾഡാണ്. അവള് എന്താ പറയാ, ഞാൻ വന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ അവളും എനിക്ക് തോന്നുന്നു അവളുടെ ഒരു 4-5 വയസ്സ് മുതൽ ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങളും എല്ലാം കണ്ടു ഇതായത് കൊണ്ട് തന്നെ ഞാൻ തളർന്നു പോയാലും, ഞാൻ വിഷമിച്ചിരുന്നാലും എന്തിനാ കരയുന്നേ, വന്ന് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് എന്നെ ഉപദേശിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അവളുടെ കാര്യത്തില് ഒരു സിംഗിൾ പാരന്റ് എന്നുള്ള ഒരു അങ്ങനെ എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ എന്തുണ്ടെങ്കിലും ഞാൻ അവളോട് ഞാൻ അവൾക്ക് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ഞാൻ അവളുടെ അടുത്ത് പക്ക എന്താ പറയാ, ഒരു അമ്മ എന്നുള്ള ഒരു സംഭവം ആവശ്യത്തിന് വഴക്ക് പറയും. ഇപ്പൊ നമ്മൾ വഴക്ക് പറയേണ്ട കാര്യത്തിന് നമ്മൾ വഴക്ക് പറയും. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവളെ എന്താ പറയാ, അതിന് വേണ്ടിയിട്ട് എപ്പോഴും പിള്ളേരെ നമ്മളിങ്ങനെ വഴക്ക് പറഞ്ഞ് ശ്വാസം മുട്ടിക്കുമ്പോഴാണ് അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. കൂട്ടിലിടാൻ ശ്രമിക്കാറുണ്ട്. കൂട്ടിലിടാൻ ഞാൻ ശ്രമിക്കത്തില്ല. അവൾക്ക് ആവശ്യത്തിന് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ഏത് ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ അവളോട് പറയും, മോനെ ഇതാണ് നല്ല സുഹൃത്തുക്കള്, അപ്പൊ ആ രീതിയിൽ മോൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളെല്ലാം, ഇപ്പൊ ഒരാൾ ഇഷ്ടം പറഞ്ഞാൽ പോലും അവൾ എന്നോട് വന്ന് പറയാറുണ്ട്, മമ്മി ഇന്ന ആളെ ഇന്ന ദിവസം അങ്ങനെ വന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൾക്ക് എത്രത്തോളം അവളോട് ഒരു ഇഷ്ടം വന്നു. ഇപ്പൊ പിള്ളേരുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തേച്ചു അവൻ തേച്ചു, ഈ കഥകളെല്ലാം എന്നോട് വന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഇതുവരെ ദൈവം സഹായിച്ച് ഞാൻ അത് പറയുന്നത്, ഈ നിമിഷം വരെ ഒരു പാരന്റ് എന്നുള്ള സിംഗിൾ പാരന്റ് ആണെങ്കിൽ പോലും ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് എന്റെ മോള് എന്താ പറയാ, എന്നെ അറിഞ്ഞ് വളർന്നത് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ആർക്കും, എനിക്കോ മമ്മിക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ട് വരുത്തിയിട്ടില്ല. അപ്പൊ ഈ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ അപ്പൊ ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു വരില്ലേ? കാരണം കുഞ്ഞിന്റെ കാര്യമാണ്, നമ്മൾ മാക്സിമം നമ്മുടെ ബെസ്റ്റ് ഇല്ല, ആയിരിക്കും. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് ഡിസിഷൻ എടുത്തിട്ട് പോകേണ്ടതല്ല അവരുടെ ജീവിതം. അല്ല, ഞാൻ പറയാണ് ഇപ്പൊ വളർന്നു വരുന്ന ഒരു സ്റ്റേജില് ഇപ്പൊ നമ്മള് ആലോചിക്കുക, അവളോട് ഇപ്പൊ അവള് +2 ആയല്ലോ. ഞാൻ അവളോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിനക്ക് ഏതാണോ എടുക്കുക, ഇപ്പൊ നമ്മള് സ്റ്റഡീസിന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നിനക്ക് ഏതാണോ ശരി, നിനക്ക് ഏതാണോ ഇഷ്ടം, അത് തെരഞ്ഞെടുക്കാൻ പറയണേ. ഇപ്പൊ നമ്മള് പാരന്റ്സ് പറയുന്ന പഠിച്ചുകൊണ്ട് ആ ലെവലിലൊന്നും അല്ലല്ലോ നമ്മളിപ്പോ ജീവിക്കുന്നത്. പെട്ടെന്ന് നമ്മൾക്ക് സാഹചര്യം മാറി നമ്മൾ വേറെ ഇതെടുത്തു. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല നാളെ എന്റെ മോള് പഠിച്ചു, ആ ജോലി തന്നെ ചെയ്യണം എന്നുള്ളത് എനിക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. അവളുടെ ആ ഗൈഡിങ്, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതാണോ നിനക്ക് ഇപ്പൊ നീറ്റ് എഴുതണമെന്ന് അവള് പറയുന്നുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒറ്റ തവണ നോക്കാവുള്ളൂ. ചില കുട്ടികളുണ്ടല്ലോ ഇങ്ങനെ 2, 3, 4 തവണ എടുത്ത് ഇയർ കളയുന്നേ. അങ്ങനെ ഞാൻ പറഞ്ഞു ഒറ്റ തവണ നോക്കുക, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ചില ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ നമുക്ക് വേണ്ട മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് മനസ്സിലാവാറുണ്ട്. അല്ലാതെ അങ്ങനെ ഞാൻ വലിയൊരു ഡിസിഷൻ എടുക്കുന്ന ഒരാളോ ആ രീതിയിൽ പോണോന്ന് ആഗ്രഹിക്കുന്ന ഒരാളോ അല്ല. നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആയില്ലെങ്കിലും അതും വിഷമല്ലേ. അതുകൊണ്ട് അത് ചെയ്യാറില്ല. ചെയ്യാം. പക്ഷെ മോളോട് ഭയങ്കര കമ്മിറ്റഡ് ആണല്ലോ, അതെ, ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ള ആളാണ്. അതെ. അപ്പോ ചേച്ചിയും അമ്മയും തമ്മിൽ കമ്മിറ്റഡ് ആണ്. പക്ഷേ ഈ ഒരു കമ്മിറ്റ്മെന്റ് മോളുടെ ലൈഫിൽ പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? കാരണം കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ആളുടെ ലൈഫിൽ പുതിയൊരാൾ വരും, ഒരു പാർട്ണർ വരും, അയാൾക്ക് വേറെ ലൈഫ് ഞാൻ വരാനൊക്കെ ഇപ്പോഴേ അത് പഠിച്ചു കഴിഞ്ഞു. അല്ല ചോദിക്കാം. അങ്ങനെയല്ല, എന്റെ അമ്മയാണെങ്കിലും ഞാൻ ഒറ്റ മോളല്ലേ, കല്യാണം കഴിഞ്ഞു ഞാൻ വേറൊരു വീട്ടിൽ ചെന്ന് നിന്നപ്പോ അവരുടേതാവണം എന്നാ പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെയാണ് ഞാനും പറയുള്ളൂ. കാരണം നമ്മൾ പിള്ളേരെ പിടിച്ചിരിക്കേണ്ട, ഇപ്പൊ നമ്മുടെ കൂടെ എന്നും വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല, അവരെ പിടിച്ചു വെക്കാൻ പാടില്ല. അവരെ പിടിച്ചു വെക്കുമ്പോൾ അവർക്ക് അവരുടേതായ ലക്ഷ്യത്തിൽ, ഇപ്പം അബ്രോഡ് പോയി പഠിക്കണം, അവർക്ക് അവരുടെ പഠിത്തം, ജോലി, അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരു മാരേജ്, ഇതെല്ലാം അവരുടെ ഇഷ്ടങ്ങളാ. അതിന് നമ്മൾ കൂടെ നിൽക്കാന്നുള്ളതാ. അല്ലാണ്ട് അയ്യോ എനിക്ക് വേണ്ടി എന്റെ കൊച്ചു ഇവിടെ തന്നെ നിക്കണം, അല്ലെങ്കിൽ അയ്യോ എന്നെ വിഷമിപ്പിച്ച് എങ്ങും അതില്ല. പിടിച്ചു വെക്കുന്ന സ്വഭാവം എനിക്കില്ല. എന്റെ അമ്മ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാനും ചെയ്യത്തില്ല. പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു വെച്ച കാര്യമൊന്നുമില്ല, പിള്ളേരല്ലേ അവരങ്ങ് പോവും. ആദ്യമൊക്കെ ആലോചിക്കുമായിരുന്നു, പിന്നെ ഇപ്പം ഞാൻ അതുമായിട്ടും യൂസ്ഡ് ആയി. കാരണം ഇനിയിപ്പം ഒരു വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല അവളെ നീറ്റ് ഒക്കെ നോക്കി, ഇപ്പൊ +2 ആയി, ഒരു വർഷം കൂടെ കഴിഞ്ഞ് നീറ്റിന്റെ ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ അടുത്ത അവളുടെ സ്റ്റഡീസ് ആയിട്ട് പോകണ്ടേ, നമ്മളെ നോക്കിയിരിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അവള് പറയുന്നത്, അമ്മ വേറെ കുറെ കാര്യങ്ങൾ ചെയ്യണം, അവക്കത്
തിങ്ക് ചെയ്യുന്നുണ്ട്. ഉം. ഞാനില്ലെങ്കിൽ മമ്മി എന്താവും, ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ഇതാവില്ല. അപ്പം എന്നോട് പറയുന്നുണ്ട് ഇപ്പം, ഈ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു പല കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. മമ്മി ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു എൻഗേജ്ഡ് ബിസിനസ് ആയിട്ടിരിക്കണം. ആ. എൻഗേജ്ഡ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ കൂടുതൽ കണ്ടന്റ് എടുത്തിട്ട് ഇടണം, അങ്ങനെയുള്ള പിന്നെ റീൽസ് ചെയ്യണം. ഉം. ഇതെല്ലാം എല്ലാ കാര്യങ്ങളും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന അവള് തന്നെ. ഡാൻസ് അറിയത്തില്ലാത്ത എന്നെ പോലെ ഡാൻസ് പഠിപ്പിച്ച് ഇവിടെ റീൽ ചെയ്യിപ്പിക്കുന്നതെല്ലാം അവളെ തന്നെ. ഓക്കെ. ഈ ഇഷ്യൂസ് ഒക്കെ തുടങ്ങി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പൊ മോൾ ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണല്ലോ. ആ സമയത്തൊക്കെ ഇത് എങ്ങനെയായിരുന്നു പുള്ളിക്കാരത്തി എഫക്ട് ചെയ്തിരുന്നത്? ഇപ്പൊ അതൊക്കെ ആയിട്ട് യൂസ്ഡ് ആയി ആളത് മ്യൂസ്ഡ് ഡീൽ ആയി. പക്ഷെ ചെയ്യുന്നുണ്ട് അവൾക്കും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തുടക്ക അവൾക്കും സമയത്ത്. ഡിപ്രഷൻ പോലെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ലേ, എന്നേക്കാൾ കുറച്ചും കൂടെ ബോൾഡ് ആയതുകൊണ്ട് എന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പല സാഹചര്യത്തിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഡിപ്രഷനൊക്കെ വന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചാനലിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാറുക, എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് നമ്മുടെ പ- മൂഡ് സ്വിങ്സ് അനുസരിച്ച് അഭിനയിക്കാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ അഭിനയം വരാറ് പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറയില്ലേ, ചാനല്, ഡയറക്ടർ, കോ ആർട്ടിസ്റ്റുകളെ എല്ലാം അതുപോലെ തന്നെ ഇവളും. ഇവിടെ ഞാൻ അടുത്ത ഷെഡ്യൂള് ഞാൻ പോകുന്നില്ലെന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞു, അപ്പം അവള് വിഷയം ഉണ്ടാക്കും. പോണം, ഇറങ്ങിയേ പറ്റുള്ളൂ. ഇറങ്ങിയേ പറ്റുള്ളൂ, പോണം, ഇവിടെ വീട്ടിലിരിക്കണ്ട, പൊക്കോളാം പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അമ്മ ഇവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എന്താ പറയാ, അമ്മ പോയി കഴിയുമ്പോ കുറച്ച് ഫ്രീഡം കിട്ടുമല്ലോ, പൊക്കോ. അമ്മ ഇവിടെ ഇരിക്കുന്നതാണ് എനിക്ക് ടെൻഷൻ. പ്രശ്നം. ഓക്കെ. നമ്മുടെയൊക്കെ ഒരു ക്യാരക്ടർ രൂപപ്പെടുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ്. ചൈൽഡ്ഹുഡ് എങ്ങനെയാണോ അത് വെച്ചിട്ടാണ് നമ്മുടെ ക്യാരക്ടർ ഉം. ഉണ്ടാവുന്നത്. അപ്പോൾ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? അത് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ക്യാരക്ടറിനെ? എനിക്ക് ഒരു 6-7 വയസ്സ് വരെയൊക്കെ എനിക്ക് നല്ല ഓർമ്മകൾ തന്നെ. 6 വയസ്സ് 7 വയസ്സ് വരെ നല്ല ഓർമ്മകൾ. പപ്പ, മമ്മി എല്ലാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെയും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഫാദറിന്റെ സൈഡിൽ നിന്നാണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഒരു എഫക്റ്റ് ആണോ ഇപ്പൊ ഒരു ചിലപ്പോ കമ്പാനിയൻഷിപ്പ്? എനിക്ക് തോന്നുന്നു, ഞാൻ ഒരുപാട് വർഷമായില്ലേ ഇതെല്ലാം ഈ അനുഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം എനിക്കിപ്പം ചില ടൈമില് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്ന ഒരു സമയമായിരുന്നു ഇത്. അതിൽ നിന്നും അതാ ഞാൻ പറഞ്ഞത്, അതിൽ നിന്നും ഓവർകം ചെയ്ത് വരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്കങ്ങനെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എനിക്ക് കുറച്ചേ ഉള്ളൂ നല്ലത്. പക്ഷെ കൂടുതലും വിഷമങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എനിക്ക് കുറച്ച് മതി. ആ വിഷമങ്ങളെല്ലാം തരണം ചെയ്തു പോകാൻ വേണ്ടി. ഇത് മതി. മറ്റു കാര്യങ്ങളെ പറ്റി അധികം ആലോചിക്കാറില്ല. ഇല്ല. ഓക്കെ. ഇനി എല്ലാം വരുന്നിടത്ത് വെച്ചങ്ങ് കാണാം. അത്രേ ഉള്ളൂ. അല്ല, നമുക്കുണ്ടാവുന്ന ഈ ഇഷ്യൂസ് ഒക്കെ നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയെ എഫക്ട് ചെയ്യും, മോളെ എഫക്ട് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ടോ? അതായത് ഈ പ്രശ്നങ്ങൾ അയാളും പാർട്ടാണല്ലോ, മീൻസ് അതെ, പാർട്ട് അതെ, മീൻസ് അതെ. അയാൾ അനുഭവിക്കുകയാണല്ലോ സൈഡിൽ ഇരുന്നിട്ട്. അപ്പോൾ ഇതൊക്കെ അയാളുടെ ക്യാരക്ടറാണ്, ഇതൊന്നും വിസിബിൾ ആയിരിക്കില്ല പിന്നെ എന്നാണ്. ഇന്നത്തെ തലമുറയില് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മള് ഇപ്പം എന്റെ മമ്മിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരൊക്കെ 9 മക്കളാണല്ലോ. ഉം. അപ്പൊ ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അനിയത്തിയുടെ ഭാവി, ബാക്കിയുള്ള കൂടപ്പിറപ്പുകളുടെ ഭാവി എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു, എനിക്ക് പേടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് എന്റെ മോളാ പറഞ്ഞത്. ഇതെല്ലാം അംഗീകരിച്ചു വരുന്ന ഒരാള് ഇപ്പൊ നാളെ നമ്മുടെ ലൈഫിലേക്ക്, എന്റെ ലൈഫിലേക്കാണെങ്കിലും വന്നാൽ മതി. അതോർത്തിട്ടൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ എനിക്കിങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ നാളെ എന്റെ മോക്ക് വരണമെന്നില്ല അത്. ഇല്ല, അങ്ങനെയില്ല. നമുക്ക് ഇപ്പോ ഒരു പാരന്റ് എന്ന നിലയ്ക്ക് ആ പാരന്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞാനിപ്പോ ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമെന്നല്ല ചേച്ചി ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ അയാളുടെ ഫ്യൂച്ചറിനെ എന്തെങ്കിലും തരത്തിൽ എഫക്ട് ചെയ്യുമോ എന്നൊക്കെ അതാ ഞാൻ പറഞ്ഞ ഫ്യൂച്ചറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇനി അവളുടെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഉം. അവളുടെ ഫ്രണ്ട്ഷിപ്പിനോ അവളുടെ ഭാവിയോ അത് അവളാ ചിന്തിക്കേണ്ടത്. എന്ന് വെച്ചാൽ അവക്ക് ഏത് ഫ്രണ്ട്സ് വേണം, അല്ലെങ്കിൽ ഇപ്പൊ അവള് ഒരിക്കലും ജോലി ചെയ്യുന്നിടത്തൊന്നും അവൾക്ക് അത് ഒരു എഫക്ട് ചെയ്യുന്നൊന്നും തോന്നില്ല. പക്ഷെ നമ്മൾ വരുന്നത് ഒരു പെൺകൊച്ചെന്ന രീതിയിൽ ചിലപ്പം അവക്കൊരു കല്യാണം അങ്ങനെയുള്ള വരുമ്പോഴായിരിക്കും അവള് അതിനെക്കുറിച്ച് അവള് പോലും ബോധേഡല്ല. എന്നോട് പറഞ്ഞ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അതാ ഞാൻ പറഞ്ഞ, അവള് നിങ്ങളാരും വിചാരിക്കുന്നില്ലല്ലോ ഭയങ്കര ഒരു ഭയങ്കര ബോൾഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാള്. എടുത്തടിച്ച് സംസാരിക്കുക. അതുണ്ട് ഇച്ചിരി. എന്തിനാ അവരുടെ അടുത്ത് മമ്മി കൂടുതൽ അങ്ങോട്ട് താഴാൻ നിൽക്കേണ്ട, അവളാ എൻ്റെ അടുത്ത് പറയണേ. എന്നുവെച്ചാൽ മമ്മിക്ക് അറിയത്തില്ല അവരെന്താണ് എങ്ങനെയാണ്. വേണ്ടെങ്കിൽ വേണ്ട, പോട്ടെ. ആ ഒരു നെവർ മൈൻഡ് അവക്ക്. ഞാൻ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ചോദിക്കുകയാണ്. ലൈഫിൽ ഏറ്റവും അടുത്ത് കണ്ടിട്ടുള്ള ആളുകളെയാണോ ഏറ്റവും കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിയിട്ടുള്ളത്? അതായത് ഞാൻ ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ കാര്യമെന്ന്, അതായത് നമ്മളെ വിശ്വസിക്കാതിരുന്നിട്ടുണ്ടോ? ഏറ്റവും അടുപ്പമുള്ള ക്ലോസ് സർക്കിളാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. ഓക്കെ. എനിക്ക് എന്റെ ക്ലോസ് സർക്കിളിലുള്ളവരാണ് എന്റെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടായിട്ടുള്ളത്. നിന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ ചിലരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച്, ഇപ്പം എനിക്ക് എന്റെ ചേച്ചിമാരെ, അതായത് നമ്മുടെ തലമുറയിലുള്ളവരെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും.
ചിലപ്പോ നമ്മുടെ എന്താ പറയാ മമ്മിയുടെ ബ്രദേഴ്സിനെയോ ഉം. അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ സാഹചര്യം വന്നല്ലോ. നമ്മൾ ജസ്റ്റ് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അതാ പറഞ്ഞ ആദ്യത്തെ ലൈഫില് മാത്രമേ ഉള്ളൂ എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഉം. ഒന്നും കൂടെ റീജോയിനിങ്ങിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുള്ളൂ. രണ്ടാമത്തേൽ ഒരിക്കലും ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല വേണ്ട എന്ന് തന്നെ പറഞ്ഞേക്കാം. അപ്പൊ കാരണം ഞാൻ ആദ്യത്തേതെന്ന് വെച്ച് കഴിഞ്ഞാ അതും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാം ഉള്ളിൽ ഒതുക്കി ഞാൻ ആരെ അറിയിച്ചിട്ടില്ല. എന്റെ എൻറ്റയർലി എന്റെ ഫാമിലിക്ക് ആർക്കും ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ സെക്കൻഡ് ഇതിലേക്ക് വന്ന സമയത്ത് ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് ആണെങ്കിലും എനിക്ക് പറയാൻ എന്റെ ചേച്ചിമാരോ എന്റെ കസിൻസോ ഉള്ളൂ. ഞാൻ അവരുടെ അടുത്ത് ഷെയർ ചെയ്യും. തുടക്കത്തിൽ പറയുമായിരുന്നു ഷെയർ ഇങ്ങനെ ഇഷ്യൂസ് ചെയ്യുമായിരുന്നു. ഉണ്ട് എന്നുള്ളത്. ഓക്കെ. അതുകൊണ്ട് തന്നെ അവര് ഒന്നും പറഞ്ഞില്ല. നിന്റെ ഇഷ്ടം. ഏതൊരു പോയിന്റിലാണ് ഇത് നമുക്ക് ശരിയാവില്ല എന്ന് തോന്നിയത്? ഇപ്പോഴത്തെ ഈ ഒരു റിലേഷൻ ഉണ്ടായിരുന്ന റിലേഷൻ. അത് നമ്മള് ഞാൻ പറഞ്ഞില്ലേ പല പല കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസിലൂടെ തുടങ്ങി. അത് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വേണ്ട. എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു അതിനകത്ത് കൊച്ചും കൂടെ ഇൻവോൾവ് ആണ്. അതിന്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ആ, ഓക്കെ. വിഷമിക്കുന്നു എന്ന് കണ്ടപ്പോ നമ്മള് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇത്രയൊക്കെയാണ് ചോദിക്കാനുള്ളത്. ഓക്കെ താങ്ക് യു സോ മച്ച്. ടെൻഷൻ ഇടയ്ക്ക്. സോറി കേട്ടോ ഞാൻ ഇല്ല അങ്ങനെയില്ല കുഴപ്പമില്ല. ഓക്കെ.